ഹായ് ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നീയല്ല നിയാങ്ങാണ് അവനെ ഡേറ്റിന് വിളിച്ചെന്ന് മനസ്സിലാക്കി നല്ല ദേഷ്യം വന്നിട്ട് അതേപോലെ തന്നെ സങ്കടത്തിലും പോവായിരിക്കും. അവൻ പോയതിനു ശേഷം നീ അവളുടെ അച്ഛന് കോൾ ചെയ്യും. അവളുടെ അച്ഛനൊരു പുച്ഛഭാവത്തിലായിരിക്കും ഫോൺ എടുക്കുക. ഇപ്പം എന്തായി, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നിനക്ക് മനസ്സിലായോ എന്നൊക്കെ അവളുടെ അച്ഛൻ അവളെടുത്ത് ചോദിക്കും. അപ്പോൾ അവള് എല്ലാം മനസ്സിലായി എന്ന് പറയും. പക്ഷെ അച്ഛൻ മനസ്സിലാക്കി വെച്ചതിൻ്റെ പകുതി ശരിയുള്ളൂ, പകുതി തെറ്റാണെന്ന് പറഞ്ഞിട്ട് നീ നടന്ന കാര്യങ്ങളൊക്കെ അവളുടെ അച്ഛൻ്റെ അടുത്ത് പറയും. ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് ലിന്നിനെ ഡേറ്റിന് വിളിച്ചതെന്നാണ് അവൾ പറയുക. അത് കേൾക്കുമ്പോൾ അയാൾക്ക് ഒരു പഴയ കാര്യം ഓർമ്മ വരും. അയാൾ ഒരു ദിവസം നിയാങ്ങിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നിയാങ് ടെൻഷൻ അടിച്ച് നിൽക്കണത് അയാൾ കാണും. അപ്പോൾ അയാൾ അവളുടെ അടുത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, നമ്മൾ പാർട്ടിക്ക് പോയപ്പോൾ അവിടെ വെച്ച് മിസ്റ്റർ ലിന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ എന്നെ കാണണം പറഞ്ഞിട്ട് വിളിച്ചു. പക്ഷേ അയാൾ എന്നെ കാണാൻ വരുന്ന സമയത്ത് തന്നെ അയാൾക്ക് ആക്സിഡൻറ്റ് പറ്റി. ഒരുപാട് നാളായി ഞാൻ പക്ഷെ കാണാൻ പോയിട്ടില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ അവൾ അയാളടുത്ത് ചോദിക്കും. അപ്പോൾ അയാളും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ലിനിൻ്റെ അങ്കിളിന് കോൾ ചെയ്യും. അപ്പോൾ ലിനിൻ്റെ അങ്കിളാണെങ്കിൽ ഫോൺ എടുത്ത് നല്ല സന്തോഷത്തിൽ അവൻ്റെ കരിയറും എല്ലാം പോയി എന്ന് നീയുടെ അച്ഛൻ്റെ അടുത്ത് പറയും. അപ്പോൾ നീയുടെ അച്ഛൻ നേരെ വന്ന് നിയാങ്ങിൻ്റെ അടുത്ത് പറയും, അതൊന്നും കുഴപ്പമില്ല, നീയാണ് അവനെ വിളിച്ചതെന്ന് അവിടെ ആർക്കും അറിയില്ല. അപ്പോൾ ആക്സിഡൻറ്റ് നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്നും പറയും. അയാൾ എന്നിട്ട് ദേഷ്യം വന്നിട്ട് അവൾ എന്നെ പറ്റിച്ചതാണല്ലോ എന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് നിയാങ്ങിനെ അവളുടെ അമ്മയാണ്. അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അവൾ പുതിയ വാച്ചൊക്കെ മേടിച്ചതിനെ കുറിച്ചൊക്കെ അവളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് കാറ് തന്നെ സൗണ്ട് കേൾക്കുക. അത് കേട്ടതും അവളുടെ അമ്മ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരിക്കും. നീയുടെ അച്ഛൻ വരുമ്പോൾ ഒന്നും അറിയാത്ത പോലെ പെട്ടെന്ന് എണീച്ചിട്ട് വന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ വേഗം നീ നിൻ്റെ മകളെ വിളിക്കുക, എനിക്ക് അവളുടെ അടുത്ത് സംസാരിക്കാനുള്ളതെന്ന് പറയും. അപ്പോൾ നീ അങ്ങ് അവിടേക്ക് വരും, എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള, നീ അന്ന് എൻ്റെ അടുത്ത് നുണ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ അവൾ ഞാൻ നുണയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ നീയുടെ അച്ഛന് നല്ല ദേഷ്യം വരും, അവളെ അടിക്കാനൊക്കെ നോക്കും. എന്നിട്ട് അയാൾ സത്യങ്ങളൊക്കെ തുറന്നു പറയും. നീ നിന്നെ വിളിക്കലല്ലോ ചെയ്ത്, നീ അവനെ ഡേറ്റിന് വിളിക്കുകയല്ലേ ചെയ്ത്, അത് നീയാണെന്ന് പറഞ്ഞിട്ടല്ലേ നീ ലിന്നിനെ ഡേറ്റിന് വിളിച്ചെന്ന് അവളുടെ അച്ഛൻ ചോദിക്കും. അങ്ങനെ നല്ല ദേഷ്യപ്പെട്ട് നീയുടെ അച്ഛന് പെട്ടെന്ന് ഒരു വയ്യായ വന്നിട്ട് അയാൾ കിടക്കുന്നുണ്ടാവും. ആ സമയത്ത് നിയാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ അവിടെ ഒരു ഡ്രാമ കളിക്കുന്നുണ്ടാവും. അയ്യോ എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്കാകെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നെ വിട്ടു പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നീയുടെ അച്ഛനും അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഇനി നിൻ്റെ മകളുടെ മുഖം കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. പിന്നീട് നിയാങ്ങിൻ്റെ അമ്മയും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ അവളുടെ അമ്മ അവളെ അടുത്ത് വിളിച്ചിരുത്തും. എന്നിട്ട് നീ എന്താ ചെയ്തത്, ലിന്നിനെ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് അപ്പോൾ കാണാൻ പോവല്ലേ ചെയ്യേണ്ടിയിരുന്നത്, ഓരോ പൊട്ടതരം ചെയ്തിട്ട് നിൽക്കുക ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അമ്മയെ അവളെ ചീത്ത പറയും. നിയാങ്ങാണെങ്കിൽ ഇപ്പോൾ മിസ്റ്റർ ഷീയും ദേഷ്യപ്പെട്ടു പോയി, ഇനി നമ്മൾ എന്താ ചെയ്യുക പൈസയ്ക്ക് എന്നൊക്കെ അവളുടെ അമ്മയോട് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ അതൊന്നും കുഴപ്പമില്ല, അയാളെ എങ്ങനെയെങ്കിലും ഇനി ഞാൻ കറക്കിയെടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കും. നീയുടെ അച്ഛനാണെങ്കിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നീയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പൈസ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നീയുടെ അമ്മ ഇതെന്തിനാ ഇത്രയും പൈസ ഇട്ടിരിക്കണമെന്ന് ചോദിച്ചിട്ട് അവളുടെ അച്ഛനെ വിളിക്കും. അവളുടെ അച്ഛൻ അതൊന്നുമില്ല, നിങ്ങളത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. അവളപ്പോൾ എന്തോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ നീയെ വിളിക്കും. നീയെ വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അച്ഛൻ നിന്നെ വല്ല വഴക്കും പറഞ്ഞോ, അക്കൗണ്ടിലേക്ക് ഒരുപാട് പൈസ ഇട്ടിട്ടുണ്ടല്ലോ അച്ഛൻ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നീയും ഒന്നുമില്ല, അമ്മയുടെ അടുത്ത് ഇനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ദേഷ്യപ്പെട്ടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ അമ്മയുടെ അടുത്ത് ഒന്നും തുറന്നു പറയില്ല. ഒരു കാര്യമില്ല, വെറുതെ അയച്ചിരിക്കുകയായിരിക്കുന്നു. ലിനിൻ്റെ കൂടെ ഡിന്നറിന് പോയോ എന്ന് അമ്മ ചോദിക്കും. അപ്പോൾ അവൾ പോയി എന്നാണ് പറയുക. അങ്ങനെ ഫോൺ വെച്ച ശേഷം അവൾ വിഷമിച്ചിരിക്കും. ലിന്നാണെങ്കിൽ ഈ സമയത്ത് ഒരു പഴയ കെട്ടിടത്തിൻ്റെ മുന്നിൽ കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടാവും. അവൻ ഈ സമയത്ത് കരയുന്നുണ്ടാവും. അവൻ എന്നിട്ട് ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോയി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു സ്ഥലത്തൊക്കെ പോയി നോക്കും. അവിടെ അവൻ്റെ പഴയ ഫോട്ടോസൊക്കെ ഉണ്ടാവും. അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയുള്ള ഫോട്ടോസൊക്കെ ആയിരിക്കും. അതൊക്കെ നോക്കി അവൻ വിഷമിക്കുക. അവിടെ അവൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ ഫ്രെയിം ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കാണുമ്പോൾ അവന് കൂടുതൽ വിഷമാവും. അവൻ എന്നിട്ട് അവിടെ ഇരുന്ന് അവൻ്റെ കൈ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അവൻ നല്ല വിഷമത്തിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആവും. നീ ഓഫീസിൽ പോയിട്ടുണ്ടാവും. അവളെ ലിന്നിൻ്റെ ക്യാബിനിലേക്ക് നോക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടാവില്ല. അവിടെ ലിന്നിൻ്റെ അസിസ്റ്റൻ്റൊക്കെ പറഞ്ഞിട്ട് പോകണ്ടാവും അവനൊരു ട്രിപ്പിന് പോയിരിക്കുകയാണെന്ന്. ആ സമയത്ത് നീക്കൊരു മെസ്സേജ് വരും, ഞാൻ കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവില്ല, ഞാനൊരു സ്ഥലം വരെ പോവുകയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും. ആ സമയത്ത് അവൾ ലിന്നിൻ്റെ കൂടെയുള്ള എല്ലാ മൊമെൻറ്റ്സും ആലോചിച്ച് നോക്കുന്നുണ്ടാവും. അവൾക്ക് നല്ല വിഷമാവും. അവൾ എന്നിട്ട് അവനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ലിന്നാണെങ്കിൽ അവൻ്റെ യാത്രകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ആദ്യം പോവുക ഒരു മരുഭൂമിയിലേക്കൊക്കെ ആയിരിക്കും. അങ്ങനെ അവൻ ഒരുപാട് യാത്ര ചെയ്യും. അവൻ കാണുന്ന സ്ഥലത്ത് നിന്നൊക്കെ പോസ്റ്റ് കാർഡൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടാവും. അവൻ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കപ്പിൾസിനൊക്കെ കാണും. അവർ രണ്ടുപേരും ക്ലോസ് ആയിട്ട് നിൽക്കണമൊക്കെ കാണുമ്പോൾ അവന് നീ ഓർമ്മ വരും. എന്നിട്ട് അവൻ വിഷമിക്കും.
അങ്ങനെ അവൻ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് ഒരുപാട് സോളാർ പാനലുകളുള്ള സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. അവിടെ പോയിട്ടൊക്കെ വിവരങ്ങളൊക്കെ ശേഖരിക്കും. അങ്ങനെ യാത്ര ചെയ്ത് അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നീട് അവൻ വഴിയിൽ വെച്ച് കുറച്ച് ആളുകളെ മീറ്റ് ചെയ്യും, അവർക്ക് ലിഫ്റ്റ് കൊടുക്കുകയും ചെയ്യും. പിന്നീട് അവരുടെ കൂടെ ഫുഡ് കഴിക്കും, അവരുടെ കൂടെ സ്റ്റേ ചെയ്യും. അവിടെ വെച്ചിട്ട് അവന് ഒരുപാട് പോസ്റ്റ് കാർഡൊക്കെ കിട്ടും. അവൻ അതൊക്കെ നോക്കി നീക്ക് ഒരു ലെറ്റർ എഴുതാമെന്ന് വിചാരിക്കും. അങ്ങനെ അവൻ ലെറ്റർ എഴുതാൻ വേണ്ടിയിരിക്കും. അവൻ എങ്ങനെയാണ് ആദ്യമായിട്ട് നീനെ മീറ്റ് ചെയ്തെന്നായിരിക്കും അവൻ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവുക. അവനൊട്ടും താല്പര്യമില്ലാതെ അവനൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ടുണ്ടാവും. അവിടെ വെച്ച് അവളുടെ ഫ്രണ്ട് അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന്. അപ്പോൾ അവൻ അതൊന്നും വേണ്ടാന്ന് പറയുന്ന സമയത്താണ് അവിടേക്ക് മിസ്റ്റർ ഷീയും നിയാങ്ങും വരിക. നിയാങ്ങിനെ കാണുമ്പോൾ അവിടെ എല്ലാവരും ഇത് മിസ്റ്റർ ഷീയുടെ മകളാണോ എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ ചിലവരൊക്കെ അല്ലാന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ ഒരാൾ മിസ്റ്റർ ഷീക്ക് വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി വന്നത് തട്ടിപ്പറിച്ച് മേടിക്കുക. അത് നിയാങ്ങായിരിക്കും. അന്നാണ് അവൻ അവളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തതെന്നും പറഞ്ഞിട്ട് അവൾക്ക് അങ്ങനെ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് തന്നെ നീയാണെങ്കിൽ ലിന്നിൻ്റെ അടുത്ത് ഒരു മെസ്സേജും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. അവൾ അങ്ങനെ മെസ്സേജ് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ മെസ്സേജ് ഒന്നും വരുന്നുണ്ടാവില്ല. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോസിന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.